ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി 2 കപ്പ് മൈദ ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഏത് പൊടി എടുക്കണമെങ്കിലും ഒന്ന് അരിച്ചെടുക്കണം, നന്നായിരിക്കും കേട്ടോ. അങ്ങനെ അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഒരു ചെറിയ സവോള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, 2 പച്ചമുളക്, പിന്നെ നുറുക്കി വെച്ച ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ പുളിയില്ലാത്ത തൈരാണ്. പുളിയുള്ള തൈരാണെങ്കിൽ 2 സ്പൂൺ മതി. അത് പുളിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ചെറിയ ബൗളില്ല, അതിൽ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് ബാറ്ററാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കപ്പിലാണ് എടുത്തിട്ടുള്ളത്, അത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു കപ്പ് മുഴുവനായിട്ട് തന്നെ വേണ്ടി വന്നു കേട്ടോ. നന്നായിട്ട് കട്ടയൊന്നുമില്ലാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് രാവിലെ കൂട്ടി വെക്കാനാണെങ്കിൽ നല്ല ബബിൾസ് പോലെ പൊങ്ങി വന്നേനെ കേട്ടോ. ഞാൻ അധികം ടൈം ഇത് കൂട്ടി വെച്ചില്ലായിരുന്നു. നമുക്കിത് ഇങ്ങനെ നുള്ളി പൊരിച്ചെടുക്കാം കേട്ടോ. പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സവാള പൊട്ടയുടെയൊക്കെ ചെറുതില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് ചൂടോടെ കഴിക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ സവാളയുടെ പോലെ തന്നെ കഴിക്കാനൊരു ഇത് സോഫ്റ്റ്നെസ് ഉണ്ടാവും, പക്ഷേ ആ ക്രിസ്പിനെസ് ഒക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ ചൂടോടെ ഇങ്ങനെ പൊരിച്ചെടുത്ത് കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ കോരി ഒഴിച്ച് പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞു ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതിന് ഒരു തക്കാളി ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്ക് നോക്കാം കേട്ടോ. ഇതെല്ലാം ഞാൻ പൊരിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കാശ്മീരി ചില്ലിയാണ്, ഒരു കളറിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി. എരിവിന് വേറെ ഒന്നും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണ് വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.